അപ്പം ടോട്ടൽ ഇൻകം ടാക്സ് കമ്പ്യൂട്ടേഷൻ്റെ ഒക്കെ പാർട്ട് 2 വീഡിയോ. ഓക്കെ, അപ്പോൾ ഞാൻ വേറെ ഒന്നും പറയുന്നില്ല, ഡയറക്റ്റ്ലി നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഒരു 3 ക്വസ്റ്റ്യൻസ് ആണ് ഈ പാർട്ടിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഭയങ്കര കോംപ്ലക്സ് ക്വസ്റ്റ്യൻസ് അല്ല, എന്നാൽ ഭയങ്കര ഈസി ക്വസ്റ്റ്യനും അല്ല, ഒരു മീഡിയം റേഞ്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഈ പാർട്ട് കഴിഞ്ഞിട്ട് അതർ പാർട്ടും കൂടി ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇഫ് ടൈം പെർമിറ്റ്സ് ഞാൻ ഒരു പാർട്ടും കൂടി ചെയ്യും, ഒരു 3 more ക്വസ്റ്റ്യൻസ് ഉള്ള രീതിയിൽ. ഓക്കെ, സോ ഡയറക്ട്ലി മൂവിങ് ടു ദി ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. എവിടെ എൻ്റെ പെൻ എവിടെ? ഓക്കെ, ഡ്രോ. യെസ്, വായിച്ചു നോക്കാം. യാ, മിസ്റ്റർ വൈ ക്യാരീസ് ഓൺ ഹിസ് ഓൺ ബിസിനസ്. ഓക്കെ, അയാളുടെ ഓൺ ബിസിനസ് ആണ്. ഓക്കെ, സോ ദർ ഈസ് എ ബിസിനസ് ഓൺലി. ഓക്കെ, ഫൈൻ. ആൻ അനാലിസിസ് ഓഫ് ഹിസ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡ് റിവീൽ ദി ഫോളോയിങ് ഇൻഫർമേഷൻ. സോ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇൻഫർമേഷൻസ് ആണ് താഴെ തന്നിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഡയറക്ട്ലി ഗിവൺ ദി നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ, ഇനിയാണ് 2 ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ട്വിസ്റ്റ് വരുന്നത്. ഓക്കെ, ദെൻ ഫോളോയിങ് ഇൻകംസ് ഗ്രോസ്. ഗ്രോസ് സ്പെസിഫിക്കലി പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് TDS കട്ട് ചെയ്തിട്ടില്ല. വേർ ക്രെഡിറ്റഡ് ഇൻ ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എന്തൊക്കെയാണ്? ഡിവിഡൻഡ് ഫ്രം UTI IFRS അല്ലേ? ഇൻട്രസ്റ്റ് ഓൺ ഡിവെഞ്ചേഴ്സ് IFRS അല്ലേ? ദെൻ അതേപോലെ തന്നെ വിന്നിങ് ഫ്രം റേസ് IFRS അല്ലേ? ഇതൊക്കെ സെപ്പറേറ്റ് ഇൻകം ആണ്. ഇത് PGVP വരില്ല. ഇതൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ ഒഴിവാക്കണം. ഓക്കെ, ദെൻ ഇറ്റ് വാസ് ഫൗണ്ട്. ഇത് മാർക്കറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് സം സ്റ്റോക്സ് വർ ഒമിറ്റഡ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദി ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഈ ക്ലോസിംഗ് സ്റ്റോക്കിലും ഓപ്പണിംഗ് സ്റ്റോക്കിലും ചില കാര്യങ്ങൾ ഒമിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് ഇത് കൺസിഡർ ചെയ്തിട്ടില്ല. ഇത് ഓപ്പണിംഗ് സ്റ്റോക്കിൽ 8,000 കുറവാണ്, ക്ലോസിംഗ് സ്റ്റോക്കിൽ 12,000 കുറവാണ്. ഇത് ഈ നെറ്റ് പ്രോഫിറ്റിൽ എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടാകുമോ എന്നാണ് എൻ്റെ ചോദ്യം. ഉണ്ടാവൂലേ? നിങ്ങളൊന്ന് P&L വരച്ച് നോക്കി. P&L നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ഇവിടെ ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ ഉണ്ട്, ശരിയല്ലേ? ദെൻ ഇതുപോലെ ഓരോ സാധനങ്ങൾ ഉണ്ടാവും. വി ഗെറ്റ് നെറ്റ് പ്രോഫിറ്റ്. ഞാൻ ഡയറക്റ്റ്ലി നെറ്റ് പ്രോഫിറ്റ് പറയാം. ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ടാവും, ഗ്രോസ് പ്രോഫിറ്റ് ആഫ്റ്റർ അല്ലേ നെറ്റ് പ്രോഫിറ്റ്. സോ ഇവിടെ എന്തെങ്കിലും കുറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എഫക്ട് ചെയ്യോ? ഇവിടെ എന്തെങ്കിലും കുറഞ്ഞു കഴിഞ്ഞാൽ അതിന് എഫക്ട് ചെയ്യോ? യെസ്, എഫക്ട് ചെയ്യും, ശരിയല്ലേ? ഇവിടെ എന്തെങ്കിലും കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? നെറ്റ് പ്രോഫിറ്റ് കൂടും, ശരിയല്ലേ? അല്ലേ? ഇനിയിപ്പോൾ അങ്ങനെ വിചാരിക്കണ്ട. അങ്ങനെ ഓക്കെ, ഇങ്ങനെ തന്നെ നോക്കാം. ഓക്കെ, ഈ ക്ലോസിംഗ് സ്റ്റോക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? നെറ്റ് പ്രോഫിറ്റ് കുറയും, ശരിയല്ലേ? ശരിയല്ലേ? അപ്പം ചോദ്യം ഇതാണ്, ഈ നെറ്റ് പ്രോഫിറ്റിൽ ഈ പറഞ്ഞ സാധനങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് 8,000 എന്ത് ചെയ്യണം? നെറ്റ് പ്രോഫിറ്റിന്റെ കൂടെ ആഡ് ചെയ്യണോ ലെസ് ചെയ്യണോ? ദാറ്റ് മീൻസ് ഓപ്പണിംഗ് സ്റ്റോക്ക് കൂടുകയാണെന്നുണ്ടെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് കൂടുകയാണോ കുറയാണോ ചെയ്യുക? കുറയും. സോ അതുകൊണ്ട് തന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ക്ലോസിംഗ് സ്റ്റോക്ക് 12,000. ദാറ്റ് മീൻസ് 12,000 വിട്ടുപോയത് നമ്മളിപ്പോൾ ആഡ് ചെയ്യല്ലേ? അപ്പോൾ 12,000 ആഡ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? നെറ്റ് പ്രോഫിറ്റ് കൂടുകയാണോ കുറയാണോ ചെയ്യുക? നെറ്റ് പ്രോഫിറ്റ് കൂടും. സോ 12,000 ക്ലോസിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യണം. ഈ പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലായിട്ടില്ലെങ്കിൽ യു ക്യാൻ ജസ്റ്റ് വാട്സ്ആപ്പ് മീ. ഓക്കെ, യു ഓൾറെഡി നോട്ട് മൈ വാട്സപ്പ് നമ്പർ അറിയുമെന്ന് വിചാരിക്കുന്നു. 8943 മാറിപ്പോയി. ഓക്കെ, ആ പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലായില്ലെങ്കിൽ നമുക്കിപ്പോൾ അധികം അക്കൗണ്ട്സ് പഠിച്ച ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതെല്ലാം മനസ്സിലായില്ലെങ്കിൽ യു ക്യാൻ ജസ്റ്റ് വാട്സ്ആപ്പ് മീ. 943 എന്താണ് നമ്പർ ചെയ്താൽ പറ്റാത്തത്? ഒന്നുകൂടി ചെയ്താൽ. ഓക്കെ, 8943 81450. ദിസ് ഈസ് മൈ നമ്പർ. ഓക്കെ, യു ക്യാൻ കോൾ മീ അല്ല, യു ക്യാൻ വാട്സ്ആപ്പ് മീ ഫോർ ദിസ് ഡൗട്ട്. ഓക്കെ, ഏത് ഡൗട്ടിനും. ഓക്കെ, നെക്സ്റ്റ്. അപ്പം അത് കൺസിഡർ ചെയ്യണമെന്നാണ്. അപ്പോൾ ക്ലോസിംഗ് ഓപ്പണിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്യും, ക്ലോസിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യും. അതിൻ്റെ ലോജിക്കാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. ഇനി ഇത് നമ്പേഴ്സ് ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, നിങ്ങൾ നമ്പേഴ്സ് ഇട്ട് നോക്കി. ഇനി മനസ്സിലായില്ലെങ്കിൽ എന്നെ വാട്സപ്പ് ചെയ്യാം. 1 lakh was debited in the profit and loss account, being contribution to university approved and notified under section 35(1)(3)(1)(2). അപ്പം ഒരു 1 lakh ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ. അത് കോൺട്രിബ്യൂഷൻ ടു നോട്ടിഫൈഡ് യൂണിവേഴ്സിറ്റി ആയിരുന്നു. അത് പ്രശ്നമൊന്നുമില്ല. അത് ആക്ച്വലി എന്താ, ഇറ്റ് ഈസ് എലിജിബിൾ ആക്ച്വലി, അല്ലേ? സെക്ഷൻ 35(1)(2) അനുസരിച്ച് ഇറ്റ് ഈസ് എലിജിബിൾ ആക്ച്വലി. 1 lakh ഡെബിറ്റ് ചെയ്യാൻ പറ്റും. പ്രശ്നമൊന്നുമില്ല, ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ഓൾറെഡി ചെയ്തിട്ടുണ്ട്. 100% ഡിഡക്ഷൻ ആണ്, അത് ഓൾറെഡി കിട്ടും, ചെയ്തിട്ടുണ്ട്. Salary includes 20,000 paid to his brother, which is unreasonable to the extent of 2,500. Section 40A2 അല്ലേ? 40A2. സെക്ഷൻ 40A2 അനുസരിച്ച് റിലേറ്റഡ് പേഴ്സണ് അല്ല പേയ്മെന്റ് കൊടുക്കുമ്പോൾ ഇത് അൺറീസണബിൾ ആയിട്ടുള്ള 2,500 ആണ്. ഡിസലവ് ചെയ്യും, ശരിയല്ലേ? ഡിസലവ് ചെയ്യണം. Then advertisement expense 15 with gift packets of dry fruits costing of 1,000 per packet presented to important customers. ഇത് അഡ്ജസ്റ്റഡ് ആണെന്ന് പറയുന്നത്. അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് കൺസിഡർ ചെയ്തിട്ടുണ്ട് മുകളിൽ ആ നെറ്റ് പ്രോഫിറ്റിൽ. അപ്പോൾ ഇനി എന്തെങ്കിലും ചെയ്യണോ? അത് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണോ, ഡിസലവ് ചെയ്യണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട. ആസ് പെർ സെക്ഷൻ 37 അനുസരിച്ച് ഇത് ഈസ് അലവൽ. അതർ ഡിഡക്ഷൻസിൽ നമുക്ക് ഇത് അലോ ചെയ്യാൻ വേറെ കോംപ്ലക്സ് ഒന്നുമില്ല. ദെൻ ടോട്ടൽ എക്സ്പെൻസ് ഓൺ ദി കാർ 78,000. കാറിന്റെ എക്സ്പെൻസ് 78,000 ആണ്. ദ കാർ വാസ് യൂസ്ഡ് ഫോർ ബോത്ത് ബിസിനസ്. എക്സ്പെൻസ് ആണ്, എക്സ്പെൻസ് ഓൺ ദി കാർ 78,000 ആണ്. ആ കാർ യൂസ് ചെയ്യുന്നത് ബിസിനസ്സും പേഴ്സണലാണ്. 3/4 ആണ്
ബിസിനസ്, അങ്ങനെയാണെങ്കിൽ പേഴ്സണൽ 1/4 അല്ലേ? ഈ പേഴ്സണൽ പർപ്പസിനുള്ള 1/4 എക്സ്പെൻസ് എന്ത് ചെയ്യണം? തിരിച്ച് ആഡ് ബാക്ക് ചെയ്യേണ്ടത്. നമുക്ക് കിട്ടില്ലല്ലോ, മീൻസ് അത് ബിസിനസ് പർപ്പസ് അല്ല, എന്ത് ചെയ്യണം? ഡിസലവ് ചെയ്യണം. സോ 78,000 ഇൻറ്റു 1/4 ഡിസലവ് ചെയ്യും. ഓക്കെ ഫൈൻ, സിമ്പിളാണ്. ഈ ടോട്ടൽ ഇൻകം ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ വെറുതെ ഓൾമോസ്റ്റ് ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ, അങ്ങനെ അപ്പം തന്നെ എഴുതി പോകണം. ദാറ്റ് മീൻസ് ക്വസ്റ്റ്യനിൽ തന്നെ ഇങ്ങനെ മാർക്ക് ചെയ്ത് പോകണം. ഓക്കെ. Then miscellaneous expenses include 30,000 paid to ANCO, a goods transport agency. Okay, 30,000 ആണ് പേ ചെയ്യുന്നത്, ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഏജൻസി ആണ്, ആൻഡ് ക്യാഷിലാണ് പേ ചെയ്യുന്നത്. ചാടിക്കയറി ഉത്തരം പറയരുത്, കാരണം 30,000 ഉള്ളൂ. 35,000 ആണ് ഇവിടെ ലിമിറ്റ് പറയുന്നത്, ശരിയല്ലേ? 35 അല്ലേ ലിമിറ്റ്? 35 ആണ്. 35 ആകുമ്പോഴാണ് നമ്മളെ ക്യാഷ് ലിമിറ്റിന്റെ പ്രശ്നം വരുന്നത്. സോ നോ പ്രോബ്ലം, ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഡിസലവൻസ് വരില്ല, കാരണം 30,000 ഉള്ളൂ. ദെൻ ഡിപ്രീസിയേഷൻ ഇൻ ദി ബുക്സ് 55,000 ആണ്, പക്ഷേ ആക്ച്വൽ ഇൻകം ടാക്സിൽ 50,000 ആണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ ബുക്സിൽ 55,000 കാണിച്ച് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യുക, ദെൻ ഇൻകം ടാക്സ് അനുസരിച്ചുള്ള ലെസ് ചെയ്യുക. സിമ്പിൾ. ഇപ്പം ഡ്രോയിങ്സ് ഒരു 10,000 പറയുന്നുണ്ട്. ഡ്രോയിങ്സിൻ്റെ കേസ് എന്തെങ്കിലും ചെയ്യണം അവിടെ? ഡ്രോയിങ്സ് ജസ്റ്റ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്, അത് നെറ്റ് പ്രോഫിറ്റിൽ കാണിച്ചിട്ടുണ്ട്. അത് അപ്പോൾ എന്ത് ചെയ്യണം? തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം, ഡിസലവ് ചെയ്യണം. ഡ്രോയിങ്സ് കിട്ടൂല, നെറ്റ് പ്രോഫിറ്റിൽ കാണിക്കേണ്ട സാധനമല്ല. ദെൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ NSE. NSEയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ഇൻ NSE എന്താ ചെയ്യേണ്ടത്? ഇൻവെസ്റ്റ്മെന്റ് ഇൻ NSE, ഇറ്റ്സ് എൻ ഇൻവെസ്റ്റ്മെന്റ്. എന്താ ഇൻവെസ്റ്റ്മെന്റ്? നമുക്ക് നെറ്റ് പ്രോഫിറ്റിൽ, ദാറ്റ് മീൻസ് ഇറ്റ്സ് എൻ റവന്യൂ നേച്ചർ ആണോ? അല്ല, ഡിസലവ് ചെയ്യണം. ദാറ്റ്സ് ദി കേസ്. ഓക്കെ, ഡിസലവ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ആഡ് ബാക്ക് അല്ല, ആഡ് ബാക്ക് ചെയ്യണം. യെസ്, ദെൻ അതന്നെ ഇവിടെ ആൻസർ ചെയ്തിട്ടുള്ളൂ. നോക്കിക്കേ, ഇവിടെ ആദ്യം PGBP IFOs എടുത്ത്, ഓക്കെ, ഇതിന്റെ വർക്കിംഗ്സ് താഴെ കാണിക്കാം. നെറ്റ് പ്രോഫിറ്റ് എടുത്ത്, നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യേണ്ട എക്സ്പെൻസുകൾ. സാലറി 48 അനുസരിച്ച് ഡിസലവ് ചെയ്തത് 2,500. മോട്ടോർ എക്സ്പെൻസിന്റെ 1/4. ഡിപ്രീസിയേഷൻ ഇൻ ദി ബുക്സ് ആഡ് ചെയ്ത് താഴ്ന്ന് ലെസ് ചെയ്യും കേട്ടോ. അപ്പോൾ തന്നെ വേണമെങ്കിൽ ഇവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം, യുവർ ചോയ്സ്. ദെൻ ഡ്രോയിങ്സ് ടോട്ടലിന് എന്താ പറയുക, പേഴ്സണൽ നാച്ചറാണ്, അലോ ചെയ്യില്ല. ദെൻ അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഇൻ NSE എന്ത് ചെയ്യില്ല, അലോ ചെയ്യില്ല. ഓക്കെ, സോ ആഡ് ബാക്ക് ചെയ്തു. ദെൻ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ അണ്ടർ സ്റ്റേറ്റ്മെന്റ് ആഡ് ചെയ്ത്, അണ്ടർ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്തു. ഓക്കെ, അതിന്റെ ലോജിക്ക് പഠിച്ചു വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഡോണ്ട് ബൈ ഹാർട്ട് ഇറ്റ്. ഓക്കെ. ദെൻ കോൺട്രിബ്യൂഷൻ ടു യൂണിവേഴ്സിറ്റി ഓൾറെഡി അഡ്ജസ്റ്റഡ് ആണ്, ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 100% ഓൾറെഡി അവിടെ ലെസ് ചെയ്തിട്ടുണ്ട്. ഇനി വീണ്ടും അത് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ എഫക്റ്റ് ആവും, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ ഇൻകംസ് ക്രെഡിറ്റഡ് ഇൻ മീൻസ് IFOs നേച്ചർ ഉള്ളതൊക്കെ ഒഴിവാക്കി. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ, വിന്നിംഗ് ഫ്രം ലീസ് ആൻഡ് ഇൻകം ഫ്രം UT ഒക്കെ എല്ലാതും ഒഴിവാക്കി. ആൻഡ് ഡിപ്രിസിയേഷൻ ആസ് പെർ ഇൻകം ടാക്സ് ലെസ് ചെയ്ത്, ആൻഡ് വിൽ ഗെറ്റ് ദി PGBP. ആൻഡ് IFOs നമുക്കറിയാം ഏതൊക്കെയാണ് ഐറ്റംസ് എന്നുള്ളത്, അത് ആഡ് ചെയ്ത് യു വിൽ ഗെറ്റ് ദിസ്. ആൻഡ് ഡിഡക്ഷൻ ഇൻവെസ്റ്റ്മെന്റ് മറക്കരുത്. ഇൻവെസ്റ്റ്മെന്റ് ഇൻ NSE ATCയിൽ ഡിഡക്ഷൻ കിട്ടും, സോ അതുകൊണ്ട് തന്നെ അത് ഡിഡക്ട് ചെയ്യാം. അതാണ് ടോട്ടൽ ഇൻകം. ഇത്രയും എത്തിക്കണം, ടോട്ടൽ ഇൻകം വരെ കാണിക്കണം. അപ്പോൾ അതിൽ ATC ഇൻവെസ്റ്റ്മെന്റ് ഇൻ NSE എന്ന് പറയുമ്പോൾ അത് ATCയിൽ വരുന്ന സാധനമാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, പക്ഷേ ഒരു കോംപ്ലക്സ് എന്നാൽ ഇതിൽ കോംപ്ലക്സ് ആക്കുന്ന ഒന്ന് ഈ ക്ലോസിംഗ് ഓപ്പണിങ്ങിന്റെ കേസാണ്. രണ്ട്, ഇവിടെ ഈ ഡ്രോയിങ്സും അതേപോലെ ഇൻവെസ്റ്റ്മെന്റ് ഇൻ NSE വരുന്നുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് NSE ATCയിൽ എടുക്കണം എന്നുള്ള കാര്യം പല ആൾക്കാരും മറക്കും. ഇതൊക്കെയാണ് കോംപ്ലക്സ്. വേറെ ഇതിൽ കോംപ്ലക്സ് ആയിട്ട് ക്വസ്റ്റ്യനിലൊന്നും ഇല്ലല്ലോ. ഇല്ല, വേറെ ഒന്നും കോംപ്ലക്സ് ആയിട്ട്. ഈ അഡ്വർടൈസ്മെന്റിന്റെ കേസ് ഇത് പല ആൾക്കാരും ഡിസലവ് ചെയ്യണം, അല്ല ഡിസലവ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നോട്ട് കൊടുക്കൽ ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടോ, എല്ലാത്തിനും നോട്ട് കൊടുത്തിട്ടുണ്ട്. അഡ്വർടൈസ്മെന്റ് സെക്ഷൻ 37 അനുസരിച്ച് എടുക്കാം. ഡിസലവൻസ് അണ്ടർ 43 അനുസരിച്ച് 35,000 ആണ്. എക്സ്പ്ലെയിൻ ചെയ്യാൻ തന്നെ വേണം. 35,000 ആണ്, ഇവിടെ 30,000 ഉള്ളൂ, അതുകൊണ്ടാണ് എടുക്കാത്തതെന്നൊക്കെ പറയണം. ദെൻ NSEന്റെ കേസും ഡ്രോയിങ്സിന്റെ കേസും പറഞ്ഞ്, ദെൻ ഇത് അതർ സോഴ്സിന്റെ കമ്പ്യൂട്ടേഷൻ. പിന്നെ അസംഷൻസ് എടുത്തിട്ടുണ്ട് ഇവർ. എന്തൊക്കെയാ? ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ആൻഡ് വിന്നിംഗ് ഫ്രം ഗ്രോസ് ഇൻകം ആണ് എന്നുള്ള രീതിയിൽ ടാക്സ് ഗ്രോസ് അവിടെ പറഞ്ഞിട്ടുണ്ട്. അസംഷൻ്റെ കാര്യമില്ല. ദെൻ ഓൺലി ഇമ്പോർട്ടൻറ്റ് ഡിപ്രിസിയേഷൻ 75,000. എന്തോ അസംഷൻ, ഡിപ്രിസിയേഷൻ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. അതിന് നമ്മൾ കോംപ്ലക്സ് ആക്കണ്ട, ഒന്നും വേണ്ട, അസംഷൻ ഒന്നും വേണ്ട. ഓക്കെ, സോ ലീവ് ഇറ്റ്. അത് മതി. ഇറ്റ്സ് ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Question number 6, and it is very important. Okay, then Mr. Deepali, aged 40 years, working with MS Good Company Limited, a manufacturer of tires based at Mumbai, has received the following: 60,000 per month ഉണ്ട്, അതിൻ്റെ കൂടെ 40% ബേസിക് സാലറി. DA ഫോമിംഗ് പാർട്ടൊന്നും ഒന്നും പറയുന്നില്ല. സോ ഈ കേസിൽ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ അസ്യൂം ചെയ്യാം. ഫോമിംഗ് പാർട്ടാണ് എന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്ത് ആൻസർ ചെയ്യാം, ഫോമിംഗ് പാർട്ട് അല്ല എന്നുള്ള രീതിയിൽ ആൻസർ ചെയ്യാം, പ്രത്യേകിച്ച് പറയാത്തതുകൊണ്ട്. ഓക്കെ, ദെൻ ഹെർ എംപ്ലോയർ ആസ് ടേക്കൺ. സാധാരണ കേസിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ അസംഷൻ എടുക്കുക ഫോമിംഗ് പാർട്ട് അല്ല എന്നുള്ള രീതിയിലാണ് തോന്നുന്നു. ഓക്കെ, രണ്ട് രീതിയിൽ ചെയ്യണം. ദെൻ ഇവിടെ ഒരു അടിപൊളി ട്വിസ്റ്റ് ഉണ്ട്. ഹെർ എംപ്ലോയർ ഹാസ് ടേക്കൺ ഓൺ റെന്റ് ഹെർ ഓൺ ഹൗസ് ഓൺ എ മന്ത്ലി റെന്റ് ഓഫ് 15,000. നല്ലോണം വായിച്ചു നോക്കണേ, നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. അയാളുടെ എംപ്ലോയർ, ദീപാലിൻ്റെ എംപ്ലോയർ, ഇയാളെ വീട് തന്നെ മന്ത്ലി റെന്റിന് ഉപയോഗിച്ചു.
15,000 റുപ്പീസ് ഈ എംപ്ലോയർ ഈ പറഞ്ഞ വ്യക്തിക്ക് കൊടുക്കുന്നുണ്ട്. ഇത് ദീപാലിൻ്റെ മറ്റൊരു ഇൻകം അല്ലേ? ദാറ്റ് മീൻസ് എംപ്ലോയർ ആരോ ആയിക്കോട്ടെ, എൻ്റെ വീട് വാടക കൊടുത്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ഇൻകം കിട്ടും. 15,000 പെർ മന്ത് വെച്ച് കിട്ടുന്നുണ്ട്. ഇത് ഏത് ഇൻകത്തിലാണ് വരിക? ഹൗസ് പ്രോപ്പർട്ടി ഇൻകം. സംശയമില്ലല്ലോ. ബാക്കി പോയിന്റ് ഞാൻ വായിച്ചിട്ടില്ല. ഈ ഒറ്റ പോയിന്റ് തന്നെ ഇത് നമുക്ക് സമ്മറൈസ് ചെയ്തൂടെ? ആണ്. ആൻഡ് ദി സെയിം ഹാസ് ബീൻ പ്രൊവൈഡഡ് ഫോർ റെസിഡൻസ് ഓഫ് മിസ് ദീപാലി. അതാണ് ട്വിസ്റ്റ്. ഇത് എൻ്റെ വീട് എൻ്റെ എംപ്ലോയർ എന്നെ വാടകയ്ക്ക് എടുത്ത്, എന്നിട്ട് ആ എംപ്ലോയർ എന്നെ എനിക്ക് എന്ത് ചെയ്ത് റെസിഡൻഷ്യൽ പർപ്പസിന് തിരിച്ചു തന്നു. ഇത് എങ്ങട്ടാ വിരൽ ചൂണ്ടുന്നതെന്ന് അറിയോ? റെന്റ് ഫ്രീ അക്കോമഡേഷൻ. ഇത് കത്തണം ഈ പോയിന്റ് വായിച്ചാൽ. അത് കത്തണമെങ്കിൽ അടുത്ത പോയിന്റ് കൂടി വായിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ കത്തും. കമ്പനീസ് റിക്കവറിങ് 2,000 പെർ മന്ത് ആസ് എ റെന്റ് ഓഫ് ഹൗസ്. കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്? 2,000 വെച്ച് ഈ പറഞ്ഞ എംപ്ലോയിയുടെ അടുത്തുനിന്ന് റിക്കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ റെന്റ് ഫ്രീ അക്കോമഡേഷൻ പർപ്പസിന്റെ കാൽക്കുലേഷൻ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി റെന്റ് ഫ്രീ അക്കോമഡേഷന്റെ കേസ് ചെയ്യുമ്പം അവിടെ ഒരു കോംപ്ലക്സ് ഉണ്ട്. ദാറ്റ് മീൻസ് ദർ ഇസ് ആൻ അമെൻമെന്റ്. ഇവിടെ എംപ്ലോയർ ഡയറക്ട്ലി റെന്റിന് കിട്ടിയിട്ട് അങ്ങനെയാണ്. ഇവിടെ സിറ്റി ബേസ് ഒന്നും നോക്കണ്ട ആവശ്യമില്ല. എംപ്ലോയർ ഡയറക്ട്ലി എന്ത് ചെയ്യാണ്? ഓക്കെ, എംപ്ലോയർ ഡയറക്ട്ലി എന്ത് ചെയ്യാണ്? എംപ്ലോയർ ഡയറക്ട്ലി ഹൗസ് റെന്റിന് എടുത്തിട്ട് അയാൾക്ക് കൊടുക്കുകയാണ്. സോ ഇവിടെ ആ കേസാണ് വരിക. അപ്പം ആസ് പെർ ദി അമെൻമെന്റ് ഡയറക്ട്ലി എത്രയാണ്? 10% ആണ് ഇപ്പോൾ അമെൻഡഡ് ആയിട്ടുള്ള പെർക്വിസിറ്റ്. ശരി, നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന 10% ആണ്. ഇനി ഇത് അമെൻഡ് ചെയ്യുന്നതിന് മുന്നേ എത്രയായിരുന്നു? 15% ആയിരുന്നു. ഈ അമെൻമെന്റ് എന്ന് മുതൽ അപ്ലിക്കബിൾ ആയത്? 31 ഓഗസ്റ്റിന് ശേഷം, 31 ഓഗസ്റ്റ് 2023. അപ്പം പല ആൾക്കാർക്കുള്ള ഒരു സംശയമാണ്, ഈ റെന്റ് ഫ്രീ അക്കോമഡേഷൻ കാണുമ്പോൾ 31/8/2023 മുന്നേയും 31/8/2023 ശേഷവും എന്നുള്ള ആ കേസ് കൺസിഡർ ചെയ്യണം എന്നുള്ളത്. ദാറ്റ് മീൻസ് അല്ലെങ്കിൽ ആ വർഷം മൊത്തം 10% എന്നുള്ള രീതിയിൽ എടുത്താൽ മതിയോ, അല്ലെങ്കിൽ 15ഉം 10ഉം രണ്ടും കൺസിഡർ ചെയ്യണം ഒരു വർഷം? ഉത്തരം ഇതാണ്, രണ്ടും കൺസിഡർ ചെയ്യണം. 31/8/2023 വരെ 15%, ദാറ്റ് മീൻസ് പഴയ രീതിയിൽ അമെൻഡ് ചെയ്യാത്ത രീതിയിലും, 31/8/2023 ശേഷം 10%, ദാറ്റ് മീൻസ് അമെൻഡ് ചെയ്ത രീതിയിലും വേണം എടുക്കാൻ. മാറരുത്. ഡേറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഐ എക്സ്പെക്ട് എ ക്വസ്റ്റ്യൻ ഫ്രം ദിസ്. റെന്റ് ഫ്രീ അക്കോമഡേഷൻ ടൈപ്പിൻ്റെ ഒരു റിലേറ്റഡ് ആയിട്ട് ആ സംഭവം ഇപ്രാവശ്യം എക്സാമിന് വരും എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. കാരണം ഇറ്റ് ഹാസ് ആൻ അമെൻമെൻറ്റ്. അതുകൊണ്ട് നല്ലൊരു അമെൻമെൻറ്റ് വന്നതുകൊണ്ട് തന്നെ അത് എക്സ്പെക്ട് ചെയ്യുന്നത് ദിസ് കമ്മിങ് അറ്റംപ്റ്റിൽ. ഈ കമ്മിങ് അറ്റംപ്റ്റിൽ ഇല്ലെങ്കിലും ഡിസംബർ അറ്റംപ്റ്റിൽ ഫോർ ഷുവർ എന്തായാലും ഈ പറഞ്ഞ സാധനം ക്വസ്റ്റ്യൻ ആയിട്ട് വരും, ഉറപ്പാണ്. ഓക്കെ, സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ 31/8/2000 ഇത് കൺഫ്യൂഷൻ ആയിട്ട് ഇരിക്കുകയെന്ന് എല്ലാവർക്കും ഈ ക്ലാരിറ്റി ചെയ്ത് ഇങ്ങനെ ചെയ്താൽ മതി, മാർക്ക് കിട്ടും. ഓക്കെ, ദെൻ നമുക്ക് താഴെ ആൻസർ പിന്നെ നോക്കാം. ഷിയാസെ പെയ്ഡ് പ്രൊഫഷണൽ ടാക്സ് ഓഫ് 6,000 ഡിഡക്ഷൻ ആയിട്ട് എടുക്കും. പ്രൊഫഷണൽ ടാക്സ് അല്ലേ, 6,000 സെക്ഷൻ 16 ഡിഡക്ഷനിൽ കിട്ടും. Then she is owning only on house and payment of interest of 1,75,000 and principal of 1 lakh. ദാറ്റ് മീൻസ് അയാളുടെ ഹൗസ് ലോൺ എടുത്ത് ഉണ്ടാക്കിയാണ്. അപ്പോൾ ലോൺ ഇൻട്രസ്റ്റ് 1,75,000 1 lakh പ്രിൻസിപ്പൽ എമൗണ്ട് കൊടുക്കുന്നുണ്ട്. ഇൻട്രസ്റ്റ് നമുക്ക് ഏതിലെടുക്കാം? 24B അനുസരിച്ച് ഡിഡക്ഷൻ എടുക്കാം. പ്രിൻസിപ്പൽ ഓഫ് 80Cയിൽ ഡിഡക്ഷൻ എടുക്കാം. ഓക്കെ, ഷി ഹാസ് ഓൾസോ ടേക്കൻ എ ലോൺ ഓഫ് 2 lakh ഫ്രം എർ എംപ്ലോയർ ഫോർ സ്റ്റഡി ഫോർ ഹെർ സൺ. എംപ്ലോയർ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ലോൺ എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ആൻഡ് സച്ച് ലോണിൻ്റെ റേറ്റ് 10% ആണെന്ന് പറയുന്നുണ്ട്. ആൻഡ് എംപ്ലോയർ ഹാസ് റിക്കവർഡ് 10,000 ഇൻട്രസ്റ്റ് ഫ്രം എ സാലറി ഫോർ സച്ച് ലോൺ ഡ്യൂറിംഗ് ദ ഇയർ. ഇവിടെ എന്തെങ്കിലും എഫക്ട് വരുമോ? ദാറ്റ് മീൻസ് എംപ്ലോയർ എടുത്തുനിന്ന് നമ്മൾ എന്താ പറയുക, ഇയാൾ എന്താ പറയുക, നമ്മൾ ഈ പറഞ്ഞ അയാളുടെ സണ്ണിൻ്റെ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് വല്ല ലോൺ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡിഡക്ഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? സണ്ണിൻ്റെ പേരിൽ ഇൻട്രസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് നമുക്ക് 80E ഡിഡക്ഷൻ എടുക്കാം. ശരിയല്ല, 80E എന്നല്ല സെക്ഷൻ, ഇൻട്രസ്റ്റ് ഓൺ എഡ്യൂക്കേഷൻ. പക്ഷേ എംപ്ലോയർ കയ്യിൽ നിന്ന് ആയതുകൊണ്ട് അതിൻ്റെ ഡിഡക്ഷൻ നമുക്ക് കിട്ടൂല. ഓക്കെ, അതിനായിരിക്കും ആൻസർ. ലെറ്റ് മീ ചെക്ക് ദി ആൻസർ. ഓക്കെ, സാലറി നോക്കി 60,000 × 12, 40% ബേസിക് സാലറി എന്താണ് DA ആൻഡ് പെർക്വിസിറ്റ് കാൽക്കുലേഷൻ. ഈ പെർക്വിസിറ്റ് മറക്കരുത്, കാരണം ഇവിടെ പെർക്വിസിറ്റിന് ഒന്നും പറയുന്നില്ല. ഈ വേർഡിങ്സ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെയൊക്കെ എക്സാമിന് വരിക. അപ്പം ആ വേർഡിങ്സ്, ഈച്ച് ആൻഡ് എവറി വേർഡിങ്സ് ആർ ഇമ്പോർട്ടൻറ്റ്. ഒന്നും വിടരുത്. ഇത് ഞാൻ വായിച്ചിട്ടില്ല, ഇത് വായിക്കണം. ഇഗ്നോർ സെക്ഷൻ 115 BSc. ഇവിടെ സ്പെസിഫിക്കലി പറയുന്നുണ്ട് 115 BSc ഇല്ലയെന്ന്. ഞാനും വായിക്കാൻ പറ്റുപോയി. ഓക്കെ, ടോട്ടൽ ടാക്സബിൾ ഇൻകം, ടാക്സ് ലയബിലിറ്റിയാണ് കണ്ടെത്തേണ്ടത്. ഇനി ഇവിടെ നോക്കിക്കേ, പെർക്വിസിറ്റ് എങ്ങനെ കണ്ടെത്തുന്നത്? ആക്ച്വൽ റെന്റ് എത്രയാണ്? 15,000 × 12 ആക്ച്വൽ റെന്റ്. ഓക്കെ, ആ എംപ്ലോയർ പേ ചെയ്യുന്ന റെന്റ്. ദെൻ റെന്റ് റിക്കവർ എത്രയാണ്? അവിടെ നിൽക്കട്ടെ. അതിന് മുമ്പ് നമ്മളെ കാൽക്കുലേഷൻ എങ്ങനെ വരുന്നത്? അപ് ടു 31/8, ദാറ്റ് മീൻസ് അമെൻമെന്റ് വരുന്നതിന് മുന്നേ 15% ഓഫ്
സാലറി. ഇവിടെ സാലറി എടുത്തിട്ടുള്ള ഫോമിംഗ് ഡി എ എടുക്കണം ശരിക്കും, പക്ഷേ ഇവിടെ അസ്യൂം ചെയ്തത് ഡി എ ഫോമിംഗ് പാർട്ടല്ല, അതുകൊണ്ട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. ഡി എടുത്തിട്ടും ചെയ്യാം, ഇറ്റ്സ് യുവർ ചോയ്സ്. അങ്ങനെയാണെങ്കിൽ അസംഷൻ എന്താണെങ്കിലും അസംഷൻ എഴുതണം, എന്താണെങ്കിലും അസംഷൻ എഴുതണം. ഇത് എഴുതിയില്ലെങ്കിൽ മാർക്ക് പോകും. സോ ഡി എനെ കുറിച്ചൊന്നും പറയുന്നില്ല. ഇത് ഫോമിംഗ് പാർട്ട് എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ വി ക്യാൻ ടേക്ക്. ഫോമിംഗ് പാർട്ട് എന്ന് പറയാത്തതുകൊണ്ട് നമുക്ക് അവിടെ അസ്യൂം ചെയ്തിട്ടാണ് ചെയ്യാൻ. ഇവിടെ അസ്യൂം ചെയ്തിട്ടുള്ളത് ഫോമിംഗ് പാർട്ട് അല്ല എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അവിടെ സ്പെസിഫിക്കലി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലാണ് അസ്യൂം ചെയ്യേണ്ടത്. ഓക്കെ, സ്പെസിഫിക്കലി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ വി ഷുഡ് അസ്യൂം. അപ്പോൾ സാലറിയുടെ 15%, ദെൻ 1/9 മുതൽ പിന്നാണ്ട് മീൻസ് 5 മാസം, ആദ്യത്തെ 5 മാസം, പിന്നത്തെ 7 മാസം വരുന്നത് 10% ആണ്. ഇതെല്ലാ ക്വസ്റ്റിലും ഇങ്ങനെ തന്നെ ആയിരിക്കും. എടാ 31/8 ഫിക്സഡ് ഡേറ്റ് ആണ്, 31/8/1/9 അല്ലേ, അവിടെ നിന്നെല്ലാം കണ്ട് അമൻ്റ് ആവുന്നത്. അങ്ങനെ ആ ഒരു സംഖ്യയും കിട്ടി. ദെൻ റെന്റ് റിക്കവേർഡ് എത്രയാണ്, എത്ര റെന്റ് റിക്കവർ ചെയ്യുന്നത്, മാസം 2000 വെച്ച് റിക്കവർ ആവുന്നെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആ റിക്കവർ ചെയ്ത് 2000 × 12 24,000. സോ വിൽ നെറ്റ് എത്ര പെർക്യൂസിറ്റ്, 63,000 ആണ് നെറ്റ് പെർക്യൂസിറ്റ്. ഓക്കെ, അത് ആഡ് ചെയ്യണം. ദെൻ പിന്നെ ഇവിടെ ഞാൻ വിട്ടുപോയൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോണിൻ്റെ കേസ് ദിസ് ഈസ് ഓൾസോ എ പെർക്യൂസിറ്റ്. 80ൽ വരില്ല എന്ന് ഞാൻ പറഞ്ഞ്, ഓക്കെ, പക്ഷേ ഇത് ഇറ്റ് ഈസ് എ പെർക്യൂസിറ്റ്. പെർക്യൂസിറ്റ് എന്ത് രീതിയിലാണ് പെർക്യൂസിറ്റ് ചെയ്യുന്നത്? ഇയാൾ ഇവിടെ നോക്കിയേ ആക്ച്വലി ലോൺ എടുത്ത് 2 lakh ആണ്. SBIയുടെ റേറ്റ് അനുസരിച്ച് 10% ആണ്. അപ്പോൾ ആക്ച്വലി എത്ര ഇൻട്രസ്റ്റ് റേറ്റ് വരണ്ടേ? 2 lakh × 10% 20,000 ആണ് ഇൻട്രസ്റ്റ് വരേണ്ടത്. ആക്ച്വലി എത്ര ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്? 10,000. ദാറ്റ് മീൻസ് 20,000 കൊടുക്കേണ്ട ഇൻട്രസ്റ്റിൻ്റെ സ്ഥാനത്ത് 10,000 ഇൻട്രസ്റ്റേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ആക്ച്വലി എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 10,000 ബെനിഫിറ്റ് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. ദാറ്റ് മീൻസ് 10,000 എൻ്റെ എക്സ്പെൻസ് കുറയുന്നുണ്ട് മാസം മാസം. ശരിയല്ലേ? ഇയർലി. ഓക്കെ, മാസം മാസം അല്ല ഇയർലി. അത് എക്സ്പെൻസ് കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം കൂടുക എന്നല്ല അർത്ഥം. അതാണ് ഈ പെർക്യൂസിറ്റിൻ്റെ കഥ. മനസ്സിലായോ? പെർക്യൂസിറ്റ് ഒക്കെ ലോജിക്കലി അതാണ് ഉദ്ദേശിക്കുന്നത്. എക്സ്ട്രാ ഒരു ബെനിഫിറ്റ് തരികയാണ്. അപ്പോൾ ഇറ്റ് ഈസ് ആൻ യുവർ ഇൻകം എന്ന് പറയുന്നത്. ഇപ്പോൾ റെന്റ് ഫ്രീ അക്കോമഡേഷൻ ഇറ്റ്സ് ആൻ എക്സ്ട്രാ ബെനിഫിറ്റ്. അതൊരു സാലറി പോലെ തന്നെയാണ്. പക്ഷെ എന്താ പറയുക, ഇൻ മണി അല്ല ഇൻ കൈൻഡ് ആണെന്നുള്ളൂ. അതുകൊണ്ട് അതിന് ഇൻകം ടാക്സ് അടക്കണമെന്നാണ് നമ്മൾ നിയമം പറയുന്നത്. സെയിം വേ ഇവിടെ 20,000 അടക്കേണ്ട കൊടുത്ത് നമ്മൾ 10,000 കൊടുക്കുന്നുള്ളൂ. അപ്പോൾ 10,000 അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഫോർഗോൺ ചെയ്യുന്നുണ്ട്. അപ്പം എക്സ്പെൻസ് ഫോർഗോൺ ഈസ് ആൻ ഇൻകം എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പെർക്യൂസിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ പെർക്യൂസിറ്റ്. ഇത് ഞാൻ മിസ് ഔട്ട് ചെയ്തിരുന്നു ആൻസർ ചെയ്യുമ്പം, ആൻഡ് യു ഷുഡ് നോട്ട് ബി മിസ്ഡ് ഔട്ട്. ഓക്കെ, ആ ആശാന് തെറ്റിക്കാം, കുഴപ്പമില്ല. ശിഷ്യന്മാർ തെറ്റിക്കാൻ പാടില്ല. ദെൻ ഡിഡക്ഷൻ എടുക്കുമ്പം നമുക്ക് 50,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എടുക്കും, സാലറിയാണ്. ഓക്കെ, ദെൻ 6,000 നമ്മുടെ പ്രൊഫഷണൽ ടാക്സും ഡിഡക്ഷൻ ആയിട്ട് എടുക്കാം, ആൻഡ് വിൽ ഗെറ്റ് ദി നെറ്റ് സാലറി. ആൻഡ് ഇവിടെ അതുകൊണ്ട് നിൽക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി മിസ് ഔട്ട് ആയി പോകുന്ന പോയിന്റ് ഞാൻ പറഞ്ഞ HP, ഇത് ആരും എഴുതൂല, ഒരു കുട്ടി എഴുതാൻ ചാൻസ് ഇല്ല. അത്രയും സൂക്ഷ്മതയോടുകൂടി വായിച്ചു നോക്കിയാൽ മാത്രമേ ഇവിടെ ഇൻകം ഫ്രം HP ഉണ്ടെന്ന് ഇവർക്ക് മനസ്സിലാവുള്ളൂ. കാരണം ആ എംപ്ലോയർ ആരായിക്കോട്ടെ, ഞാൻ മന്ത്ലി റെന്റ് എന്നുള്ള രീതിയിൽ എനിക്ക് 15,000 രൂപ കിട്ടുന്നുണ്ട് മാസം. ഇറ്റ് ഈസ് മൈ ഇൻകം, ഹൗസ് പ്രോപ്പർട്ടി ഇൻകം. സോ 15,000 ഇൻറ്റു, ഇനി അതിന് വേറൊരു ഹിൻ്റാണ് ആക്ച്വലി ഈ പറഞ്ഞ ഇവിടെ ലോൺ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഹൗസ് പ്രോപ്പർട്ടി നാച്ചുറൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് തന്നത്. ഓക്കെ, സോ 15,000 × 12 ചെയ്യുമ്പോൾ 1,80,000. സോ GAV = 1,80,000. ഇവിടെ കമ്പാരിസൺ ഒന്നുമില്ല, മുനിസിപ്പൽ വാല്യൂ, ഫെയർ റെന്റ്, സ്റ്റാൻഡേർഡ് റെന്റ്, അതൊന്നും ഇവിടെ ഇല്ല. സോ ദർ ഇസ് നോ സച്ച് തിങ്സ്. GAV എടുത്ത് GAV പിന്നെ എന്ത് മൈനസ് ചെയ്യാം? സെക്ഷൻ 24B, സോറി, നമ്മുടെ 30% സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡിഡക്ഷൻ. ഓക്കെ, നോർമൽ ഡിഡക്ഷൻ 30%. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ലോൺ എത്രയാണ്? 1,75,000. ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് അപ് ടു 2 lakh നമുക്ക് എടുക്കാം. സോ 1,75,000 ആക്ച്വൽ പെയ്ഡ് നമ്മൾ എടുത്ത്, ആൻഡ് യു വിൽ ഗെറ്റ് ഇൻട്രസ്റ്റ് ഓൺ, സോറി, ഹൗസ് പ്രോപ്പർട്ടി ലോസ് ആണ് 49,000. ഈ ഹൗസ് പ്രോപ്പർട്ടി ലോസ് നമുക്ക് ഇൻകം ഫ്രം സാലറിന്ന് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ആൻഡ് ഗ്രോസ് ടോട്ടൽ ഇൻകം ഈസ് 9,76,000. ആൻഡ് റീപേയ്മെന്റ് ഓഫ് ലോണിന്റെ പ്രിൻസിപ്പൽ എമൗണ്ട് നമുക്ക് ATC നമ്മൾ പറഞ്ഞിരുന്ന ATC ഡിഡക്ഷൻ എടുക്കാം. അത് ATC ഡിഡക്ഷൻ എടുത്ത്, ആൻഡ് നെറ്റ് ടോട്ടൽ ഇൻകം ഈസ്, ടാക്സബിൾ ഇൻകം ഈസ് 8,76,000. ഇവിടെ 115 BAC അല്ല, ദാറ്റ് മീൻസ് നോർമൽ പ്രൊവിഷൻ ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. നോർമൽ പ്രൊവിഷൻ അനുസരിച്ച് ടാക്സ് കണ്ടെത്തി. ഓക്കെ, ദാറ്റ്സ് ഓൾ. I think this is an important question from all perspective. Okay, important question ആണ്. ടോട്ടൽ ഇൻകം ചെയ്യുമ്പോൾ ഈച്ച് ആൻഡ് എവറി ലൈൻ വായിച്ചു നോക്കണേ. ഈച്ച് ആൻഡ് എവറി ലൈൻ. വേറൊരു ക്വസ്റ്റ്യൻ ഏതാണ്? 7 വേണ്ട, നമുക്ക് 8 ചെയ്യാം. 8. ഓക്കെ, 8ലും ചില ട്വിസ്റ്റ് ഉണ്ട്. 8ൽ ഈസ് എ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. അധികം ആരും ചെയ്തിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. ഓക്കെ, മിസ്റ്റർ ചന്ദ്രൻ ഏജ്ഡ് 38 ഓൺ 6 നോൺ ഹെവി ഗുഡ്സ് വെഹിക്കിൾ. ഓക്കെ, 6 നോൺ ഹെവി ഗുഡ്സ് ഉണ്ട്. ഈ അക്വേർഡ് 2 more നോൺ ഹെവി ഗുഡ്സ് വെഹിക്കിൾ ഓൺ 1/7/2023. അപ്പം ഓൾറെഡി ഇയാൾക്ക് ഒരു 6 ഉണ്ട്. ഇയർ തുടങ്ങുമ്പോൾ ആ ഇയറിന്റെ പകുതി വെച്ചിട്ട് 2 കൂടി വാങ്ങി. പകുതിയല്ല, ഒരു ജൂലൈയിൽ.
ഈ സോളി എൻഗേജ്ഡ് ഇൻ ദ ബിസിനസ് ഓഫ് പ്ലൈയിങ് ഗുഡ്സ് വെഹിക്കിൾസ് ഓൺ ഹയർ സിൻസ് ഫിനാൻഷ്യൽ ഇയർ 2013-14 മുതൽ ഇയാൾ ഈ ബിസിനസ്സിലാണ് സോളി എൻഗേജ്ഡ് ഇൻ ദിസ് ബിസിനസ്. ഏത്? പ്ലൈയിങ് ഗുഡ്സ് വെഹിക്കിൾസ്. ഇത് എവിടെ, ഏത് സെക്ഷനാണ്? 44A അല്ലേ? എനിക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ ആൾക്ക് 44A ഓപ്റ്റ് ചെയ്യാമായിരുന്നു. ഇത് കത്തണം ആ പോയിന്റ് വായിക്കുമ്പോൾ തന്നെ. ഓക്കെ, പ്രിസംപ്റ്റീവ് ടാക്സേഷൻ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. ഹി ഡിഡ് നോട്ട് ഓപ്റ്റ് ഫോർ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ കണ്ടെയ്ൻഡ് ഇൻ 44A. അയാൾ പ്രിസംപ്റ്റീവ് ഓപ്റ്റ് ചെയ്തിട്ടില്ല, അയാൾ ഓഡിറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. സെക്ഷൻ 44AB അനുസരിച്ച് ഓഡിറ്റ് ചെയ്താൽ പോകുന്നത്. അപ്പോൾ ഇതുവരെയുള്ള സാഹചര്യം നോക്കുമ്പോൾ ഇതുവരെ അങ്ങനെ പോയി, അങ്ങനെ ഫയൽ ചെയ്ത ഡേറ്റ് ഒക്കെ പറയുന്നുണ്ട്. ഇത് ഫയൽ ചെയ്ത ഡേറ്റ് പറയുന്നതിനൊരു കാരണമുണ്ട്. ഓക്കെ, ഫയൽ ചെയ്ത ഡേറ്റ് ഇവിടെ ആവശ്യമില്ല എന്ന് പറയാം. ഓക്കെ, വിട്, ഞാൻ പറയുന്നില്ല. അയാൾക്ക് ഒരു അൺഅബ്സോർഡ് ഡിപ്രീസിയേഷൻ ഉണ്ട് 70,000, അതേപോലെ ബിസിനസ് ലോസ് 1 lakh ഉണ്ട് അയാളുടെ കയ്യിൽ. ഓക്കെ, സോ ബിസിനസ് ലോസ് 1 lakh ഉണ്ട്, അതുപോലെ തന്നെ 70,000 എന്തുണ്ട്, അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷനും അയാളുടെ പക്കലുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, ഫോളോയിങ് ഫർദർ ഇൻഫർമേഷൻ ഈസ് പ്രൊവൈഡഡ് ടു യു. താഴെ പറയുന്ന ഫർദർ ഇൻഫർമേഷൻസ് ഓരോന്നോരോന്ന് പ്രൊവൈഡ് ചെയ്യണം. ഒന്നും എന്താ, 20,000 ടാക്സ് സേവർ FT ഇട്ട്, നമ്മളെ മെയിൻ ക്വസ്റ്റ്യനിലോട്ട് എത്തിയിട്ടില്ല. ഓക്കെ, ടാക്സ് സേവർ FT 20,000 ഇട്ട്. ടാക്സ് സേവർ FT ആക്ച്വലി ETCയിൽ നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റും. പക്ഷേ ഒരു മാരീഡ് സണ്ണിൻ്റെ പേരിലിട്ടത് ഡിഡക്ഷൻ കിട്ടുമോ? കിട്ടത്തില്ല. ഓക്കെ, ദെൻ പെയ്ഡ് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം ഓഫ് 33,000 ഫോർ ഹിസ് പാരൻസ് ബൈ മീൻസ് ഓഫ് ഡിമാൻഡ് ഡ്രാഫ്റ്റ്. കിട്ടൂലേ? 80 ഏതാ സെക്ഷൻ? 80D. മെഡിക്കൽ പ്രീമിയം ഫുള്ള് കിട്ടൂലേ? പാരൻസ് ആയതുകൊണ്ട്, സീനിയർ സിറ്റിസൺ ആയതുകൊണ്ട് അപ് ടു 50 കിട്ടും. സോ ഇറ്റ് ഈസ് പോസിബിൾ. ദെൻ പ്രീമിയം പെയ്ഡ് ലൈഫ് ഇൻഷുറൻസ് ആണ്. പ്രീമിയം പെയ്ഡ് ഓൺ മാരീഡ് ഡോട്ടർ 25,000. ദ പോളിസി വാസ് ടേക്കൺ ഓൺ 1/4/2013 ആൻഡ് മിനിമം സം അഷ്യൂർഡ് ഈസ് 2 lakh. 1/4/2013 എടുത്തത്. 25,000 ആണ് പ്രീമിയം അടിച്ചത്. എത്രയുടെ നമുക്ക് ഫുൾ പ്രീമിയം കിട്ടുമോ? 25,000 കിട്ടൂല. എത്ര കിട്ടുക? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ITCയിൽ? 10% ഓഫ് ദി സം അഷ്യൂർഡ്. 10% ഓഫ് ദി സം അഷ്യൂർഡ്. ദെൻ 25,000 മാരീഡ് ഡോട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. മാരീഡ് ആണെങ്കിലും കിട്ടും. ചൈൽഡ് എന്ന് പറയുന്ന അവിടെ മാരീഡ് ആണോ അല്ല എന്നൊന്നും ITCയിൽ ഈ ഇൻഷുറൻസിൻ്റെ കേസിൽ പറയുന്നില്ല എന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, ദെൻ അത് കിട്ടും. അത് കിട്ടും. എത്ര കിട്ടും? 10%. ദാറ്റ് ഈസ് ഈക്വൽ ടു 20,000 വരെ കിട്ടും ITCയിൽ. ഓക്കെ, ദെൻ റീപെയ്ഡ് പ്രിൻസിപ്പൽ ഓഫ് 40,000 ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് 15,000 ടു കാനറ ബാങ്ക് ടുവേർഡ് എഡ്യൂക്കേഷൻ ലോൺ ഓഫ് ഹിസ് ഡോട്ടർ ഹു കംപ്ലീറ്റഡ് BE 2 years ago. ഷീ ഈസ് എംപ്ലോയ്ഡ് ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ഹർ സ്റ്റഡീസ്. സോ പ്രിൻസിപ്പൽ ആയിട്ട് 40,000 അടിച്ച്, ഇൻട്രസ്റ്റ് 15,000 അടിച്ച്. ഇൻട്രസ്റ്റ് വി ക്യാൻ ക്ലെയിം അറ്റ് 80E. 80Eയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യാം. പ്രിൻസിപ്പൽ ഓഫ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ആൻഡ് ട്വിസ്റ്റ് ഇതാണ്, മിസ്റ്റർ ചന്ദ്രൻ ഓപ്റ്റഡ് പ്രിസംപ്റ്റീവ് പ്രൊവിഷൻ. പ്രിസംപ്റ്റീവ് ടാക്സേഷൻ എടുത്തേ 44A അനുസരിച്ച്. അപ്പോൾ ഈ വർഷം മുതൽ ഇനി പ്രിസംപ്റ്റീവാണ്. അയാൾ ബ്രേക്ക് ചെയ്തു. ദാറ്റ് മീൻസ് ഈ പറഞ്ഞ 44A ഇനി ചെയ്യുന്നില്ല, പ്രിസംപ്റ്റീവിൽ പോകാൻ. പ്രിസംപ്റ്റീവിൽ 44A അനുസരിച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ പ്ലൈയിങ് ഗുഡ്സിൻ്റെ കേസ് വരുന്നത്? 7,500 പെർ മന്ത് വെച്ചിട്ടല്ലേ ചെയ്യുക? അല്ലെങ്കിൽ ഓർക്കുന്നുണ്ടാവും. ഓക്കെ, ആൻസർ ചെയ്ത് നോക്കാം. ആൻസറിൽ നോക്കിയേ, 6 നോൺ ഹെവി വെഹിക്കിൾ ഉണ്ട് തുടക്കത്തിൽ. ദാറ്റ് മീൻസ് 6 എണ്ണം 1500 വെച്ചിട്ട് 12 മാസം. കാരണം തുടക്കത്തിലേ ഉണ്ട് 12 മാസം. ദെൻ 2 എണ്ണം ഈ പറഞ്ഞ 9 മാസം. 9 മാസം എങ്ങനെ കിട്ടിയത്? ദാറ്റ് മീൻസ് 1/7 ആണ്. ദാറ്റ് മീൻസ് ജൂലൈയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 7,500 × 2 × 9. അങ്ങനെ മൊത്തം ഇൻകം അണ്ടർ സെക്ഷൻ 44A കിട്ടി. വേറെ ഒന്നും ഇതിൽ ട്വിസ്റ്റ് ഒന്നുമില്ല. പക്ഷേ ഇതിൽ ഒരു ട്വിസ്റ്റ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലൊരു ട്വിസ്റ്റ് ഉള്ളത്, ഓക്കെ, ഇവിടെ ഇൻകം നമുക്ക് കിട്ടി. ഇനി ഇവിടെ അൺഅബ്സോർഡ് ഡിപ്രീസിയേഷൻ ഉണ്ട്, ബിസിനസ് ലോസ് ഉണ്ട്. ഈ ബിസിനസ് ലോസ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമോ ഈ പറഞ്ഞ ഇൻകത്തിൽ നിന്ന്? യെസ്, പോസിബിൾ ആണ്, കിട്ടും. അൺഅബ്സോർഡ് ഡിപ്രീസിയേഷൻ കിട്ടുമോ? കിട്ടത്തില്ല. കാരണം ആസ് പെർ ദി പ്രിസംപ്റ്റീവ് ടാക്സേഷൻ ഈ പറഞ്ഞ സെക്ഷൻ 30 മുതൽ നമുക്ക് എന്ത് ചെയ്യില്ല, കിട്ടൂലല്ലോ. സെക്ഷൻ 30 to 38 നമുക്ക് എന്ത് ചെയ്യില്ല, 38 അല്ലേ? ഓക്കെ, സെക്ഷൻ 30 to സംതിങ് 38 ആണെന്ന് തോന്നുന്നു. 38 വരെ നമുക്ക് എന്ത് ചെയ്യില്ല, കിട്ടൂല. ഈ അൺഅബ്സോർഡ് ഡിപ്രീസിയേഷൻ ഈ ഇതിൻ്റെ ഇടയിൽ വരുന്നതല്ലേ, 32-ൽ വരുന്നതല്ലേ. സോ നമുക്ക് അത് ഇനി മിസ്സായില്ല. ഇതിനി കിട്ടുമോ? കിട്ടൂല. ഇത് എഴുതണം, അല്ലെങ്കിൽ മാർക്ക് കിട്ടൂല. കിട്ടൂല, മാർക്ക് കിട്ടൂല. ഓക്കെ, സോ ഇവിടെ പോയിന്റ്സിൽ ഓരോന്ന് പറയുന്നുണ്ട്. നമുക്കതിങ്ങനെ വായിച്ചു നോക്കിയിട്ട് ഫൈനൽ ആൻസറിലോട്ട് പോവാം. അല്ലെങ്കിൽ ഫൈനൽ ആൻസർ നോക്കാം. അവിടെ 6,75,000 ആൻഡ് 1 lakh മൈനസ് ചെയ്ത് ദെൻ പക്ഷേ ഈ ഇതിൽ എനിക്കുള്ളൊരു സംശയം, അത് ഞാൻ നോക്കിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബിസിനസ് ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യണമെങ്കിൽ അയാൾ ഇൻകം ടാക്സ് കറക്റ്റ്ലി ഫയൽ ചെയ്യണ്ടേ? ഇയാൾ ഫയൽ ചെയ്ത ഡേറ്റ് ആക്ച്വലി ഓഡിറ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, അതാണ് എനിക്കൊരു സംശയം തോന്നിയത്. ഇയാൾ ചെയ്ത ഡേറ്റ് 5/8. അത് ഇങ്ങനെയില്ലേ, അങ്ങനെ പ്രൊവിഷൻ ഉണ്ട്. അത് ശ്രദ്ധിക്കണം കേട്ടോ ഡേറ്റ് തരുമ്പോൾ. അതാണ് എനിക്ക് അവിടെ ഡൗട്ട് വന്നത്. ഞാനത് ഒന്നവിടെ സ്റ്റക്ക് ആയതാണ്. ഡേറ്റ് തന്നതുകൊണ്ട് ഇവിടെ ഡേറ്റ് തന്നിട്ടുണ്ട്, ഫയൽ ചെയ്ത ഡേറ്റ്. ഈ ഫയൽ ചെയ്ത ഡേറ്റ് തരുമ്പോൾ കുറച്ചും കൂടി ക്രിട്ടിക്കലാണ്. കാരണം ഡേറ്റ് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യില്ല, നമുക്ക് ക്യാരി ഫോർവേഡ് ഓഫ് ലോസ് കിട്ടൂല. മനസ്സിലായോ? ഇത് ഓഡിറ്റുള്ള കേസ് ആയതുകൊണ്ട് വിത്തിൻ ദി ഡ്യൂ ഡേറ്റ് ആണ്. അപ്പോൾ ഡ്യൂ ഡേറ്റിനുള്ളിൽ ചെയ്താൽ കിട്ടും. ഡ്യൂ ഡേറ്റിനുള്ളിൽ ചെയ്തില്ലെങ്കിൽ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ബിസിനസ് ലോസ് എടുക്കാൻ പറ്റില്ല. മനസ്സിലായ? അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ക്വസ്റ്റ്യൻ എങ്ങനെ, വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഡേറ്റ് ഏതെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ഇവിടെ പ്രശ്നമില്ല.
ഇങ്ങനെ വന്ന് അപ്പോൾ ബിസിനസ് ലോസ് കുറച്ച്. ദെൻ 80D നമ്മളെ 80D ഇങ്ങനെ 20,000 80C 20,000 ഓക്കെ മാറിപ്പോൾ 80C 20,000 80D 33,000 ആൻഡ് 80E 15,000. നമ്മളെ എന്ത് കിട്ടൂല, പ്രിൻസിപ്പൽ പേയ്മെന്റ് കിട്ടും, നമ്മളെ എഡ്യൂക്കേഷൻ ലോണിന്റെ കിട്ടൂല, ഇൻട്രസ്റ്റ് മാത്രമേ കിട്ടുള്ളൂ. ആൻഡ് ടോട്ടൽ ഇൻകം കിട്ടി, ഇത്രേ ഉള്ളൂ. നമുക്ക് നോട്ടൊന്ന് വായിച്ചു നോക്കാൻ വെറുതെ. 44A കേസ് പറഞ്ഞ് ഇവിടെ പറഞ്ഞ് അൺഅബ്സോർബ് ഡിപ്രീസിയേഷൻ കിട്ടൂല, 70,000 കവേർഡ് അണ്ടർ സെക്ഷൻ 32 ആണ്. ആൻഡ് 44A 30 to 38 കറക്റ്റാണ്, ഞാൻ പറഞ്ഞ കറക്റ്റാട്ടോ, 30 to 38 കിട്ടൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് എഴുതണം, ഇതില്ലെങ്കിൽ മാർക്ക് പോവും 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 പോവും. നോട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇപ്രാവശ്യം നോട്ടൊക്കെ വെച്ചിട്ടൊന്ന് എഴുതി വെക്കടാ, കലക്കൻ എക്സാം ആയിരിക്കും. DT ആൻഡ് IDT നിങ്ങൾക്ക് 60 above ഗ്യാരണ്ടീഡ്, 60 above മിനിമം ഗ്യാരണ്ടീഡ്, 65 70 75 ഒക്കെ എത്തിക്കുക. ഓക്കെ, ബ്രോഡ് ഫോർവേഡ് ബിസിനസ് 1,08,000 സസ്പെൻഡ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ അവിടെ എഴുതി ഇവിടെ പറഞ്ഞിട്ടുണ്ടോ, അടിപൊളി. സിൻസ് റിട്ടേൺ ആസ് ഫയൽഡ് ബിഫോർ ദ ഡ്യൂ ഡേറ്റ് സ്പെസിഫൈഡ് അണ്ടർ സെക്ഷൻ 139. ഇങ്ങനെ തന്നെ എഴുതിയാൽ സൂപ്പർ. 139(1) അനുസരിച്ച് ബിഫോർ ഡ്യൂ ഡേറ്റ് തന്നെ ഫയൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അത് എലിജിബിൾ ആണ് എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ ഫിക്സഡ് ഡെപ്പോസിറ്റ് എലിജിബിൾ അല്ല, പ്രീമിയം പെയ്ഡിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്, 10% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താ വെച്ചാൽ നമ്മുടെ ഡേറ്റ് അറിയാലോ, 1 hour ആഫ്റ്റർ 1/4/12. ഓക്കെ, ATC ആ പ്രൊവിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ATC ആ LICയുടെ കേസിൻ്റെ പ്രൊവിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഡിഡക്ഷൻ 80D ഡിഡക്ഷൻ്റെ കേസ് പറഞ്ഞ് ഏജ് 60 ആയതും സീനിയർ സിറ്റിസൺ ആയതുകൊണ്ട് തന്നെ മാക്സിമം 50 വരെ എടുക്കാം. ഇവിടെ 33 ഉണ്ട്, ഫുൾ എടുക്കാം. ഇറ്റ് ഈസ് ഓൺലി ദ പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ എഡ്യൂക്കേഷൻ വിച്ച് ക്വാളിഫൈസ്. അപ്പോൾ ഇൻട്രസ്റ്റ് മാത്രമേ കിട്ടുള്ളൂ, പ്രിൻസിപ്പൽ കിട്ടൂല എന്നുള്ള പോയിന്റ്. ആക്ച്വലി ടോട്ടൽ ഇൻകം ടാക്സ് ലയബിലിറ്റി ഇവിടെ ടോട്ടൽ ഇൻകം മാത്രമല്ലേ ഉള്ളൂ, ടോട്ടൽ ഇൻകം മാത്രമേ ടാക്സ് ലയബിലിറ്റി ഇല്ല. വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഓക്കെ, ഇനി നമ്മൾ 3 ക്വസ്റ്റ്യൻ ചെയ്തു. ഇനി എൻ്റെ പ്ലാന് 115 BAC വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കട്ടെ. ഇഫ് ഐ ഗെറ്റ് ദാറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ എന്ത് ചെയ്യാം, നമുക്ക് അത് വെച്ചിട്ട് കൊണ്ടുവന്ന് പ്രോബ്ലം ചെയ്യാം. 115 BAC വെച്ചിട്ടുള്ള, ദാറ്റ് മീൻസ് ആസ് പെർ ഡിഫോൾട്ട് റെജീം വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, എൻ്റെ ടോട്ടൽ ഇൻകം ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യൻ എങ്ങാനും, 2 രീതിയിലും ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. മീൻസ് 115 BAC വെച്ചിട്ടും, ദാറ്റ് മീൻസ് ന്യൂ റെജീം വെച്ചിട്ടും, ദാറ്റ് മീൻസ് ന്യൂ എന്ന് പറയാൻ പാടില്ല, ഡിഫോൾട്ട് റെജീം വെച്ചിട്ടും ആൻഡ് നോർമൽ പ്രൊവിഷൻ വെച്ചിട്ടും 2 രീതിയിലും ചെയ്തൊരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് കാണാം. ആൻഡ് ഫർദർ നമുക്ക് ഇനി കുറച്ചും കൂടി കോംപ്ലക്സ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഞാൻ ഉറപ്പ് പറയുന്നില്ല. പാർട്ട് 3ക്ക് ഹോപ്പ് ഉണ്ട്. പാർട്ട് 3 വേണമെങ്കിൽ താഴെ കമന്റ് ഇടുക. കൂടുതൽ കമന്റ് പാർട്ട് 3 വന്നു കഴിഞ്ഞാൽ ഞാൻ പാർട്ട് 3 ചെയ്യും. ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ. പാർട്ട് 3 ദാറ്റ് മീൻസ് പാർട്ട് 3 ഫോർ അതർ ഒരു 3-4 ക്വസ്റ്റ്യൻ, മാക്സിമം 5 ക്വസ്റ്റ്യൻസ് വരെ ഒരു പാർട്ട് 3 ചെയ്യണമെന്നുണ്ട് ബിഫോർ എക്സാം, ഒരു 2 ദിവസത്തിനുള്ളിൽ. അപ്പം ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം, എന്ത് പാർട്ട് 3 കമന്റ് ചെയ്താൽ പാർട്ട് 3 ചെയ്യും. കുറേ കമന്റ് വരികയാണെങ്കിൽ പാർട്ട് 3 ചെയ്യും. ഓക്കെ, സോ സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ 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 ബൈ. ഐ തിങ്ക് ദിസ് ഈസ് ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാം ആൻഡ് ഗിവ് യുവർ ഫീഡ്ബാക്ക് ഓൾസോ. ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്താ ബെല്ലൈക്കണ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ചെയ്തോളൂ, അത് നല്ലത്. ഓക്കെ, ബൈ, താങ്ക് യു.